വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. പുതിയ CRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും CRT റിവിഷൻ തുടങ്ങാത്തവർക്കും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ നമുക്ക് പുതിയ ഓരോരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കഴിഞ്ഞ പരീക്ഷയിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങൾ, ആവർത്തിച്ച SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു, 8ാമത്തെ ചാപ്റ്ററാണ് നാടറിയാം എന്നാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് നാടറിയാം എന്നാണ്. കഴിഞ്ഞ 7 ചാപ്റ്ററും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്? പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാൻ നമുക്ക്, മാതൃവന്ദനം ആരുടെയാണ്? വെള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ്. എന്ത് പറയുന്നത്? മാതൃവന്ദനം എന്ന് പറയുന്നത് വെള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ്. അത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വെള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതാശകലം ശ്രദ്ധിക്കും. നമ്മൾ കണ്ടു. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്നും ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടുപരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ, നമ്മുടെ കേരളം എത്ര സുന്ദരമാണെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി കേരളത്തിലെ സവിശേഷതകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് എത്രയുള്ള സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൈവിധ്യമാർന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇനി നമുക്ക് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിലെന്തൊക്കെയാണ്? ഷൊർണൂർ മുനിസിപ്പാലിറ്റി, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റികൾ നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് അല്ലേ. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലേ. ഭാരതപ്പുഴയാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രധാന റെയിൽപാതയാണല്ലേ. നമുക്ക് നൽകിയിട്ടുണ്ട്. റെയിൽപാത എന്ന് പറയുന്നത് ഇങ്ങനെ ഇതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെയിൽപാത എന്ന് പറയുന്നത്. പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് എന്തിനുപയോഗിക്കുന്നു? കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സവിശേഷതകൾ കണ്ടു അല്ലേ. ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിൻ്റെ ജനജീവിതത്തെ പല രീതികളും സ്വാധീനിക്കുന്നതായിട്ട് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ അവിടെ അടുത്തുള്ള കൃഷികളും തൊഴിലുകളൊക്കെ എഴുതാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭൂമി ശാസ്ത്ര സവിശേഷതകൾ ചർച്ച ചെയ്യുവാൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് അന്വേഷിക്കാം. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. കർണാടകം തമിഴ്നാടുമായിട്ട് കേരളം അതിർത്തി പങ്കിടുന്നത് കാണിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് കടലിപ്പുറത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിലും താഴെയാണ്. നീല കളറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. നീല കളർ 7.5 മീറ്ററിനും താഴെയാണ് തീരപ്രദേശം നൽകിയിട്ടുണ്ട്. ഇടനാട് എന്ന് പറയുന്നതോ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണത്. പക്ഷേ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടാണല്ലേ കൊടുത്തിരിക്കുന്നത്. ഇടനാട് എന്ന് പറയുന്നത് ഈ റെഡ് കളറിന് അവിടെ എന്താണ് വരുന്നത്? ഇടനാടാണ് വരേണ്ടിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ റെഡ് കളറാണ് ഇടനാട് വരേണ്ടതായിരുന്നത്. പക്ഷേ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട് വരുന്നത്. ഇനി മലനാട് എന്ന് പറയുന്നത് ഈ പച്ച കളറല്ലേ. ഈ പച്ച കളർ എന്നുള്ളത് എന്ത് വരുന്നത്? റെഡ് കളറായിരുന്നു വരേണ്ടത് കേട്ടോ. 75 മീറ്ററിന് മുകളിലാണ് മലനാട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കളറൊന്നും നോക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് മലനാട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഇടയ്ക്ക് കിടക്കുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ, അതായത് നമുക്ക് മലനാട് എന്ന് പറയുന്നത് എത്ര മീറ്ററിന് മുകളിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മലനാട് എത്രയാണ്? 75 മീറ്ററിന് മുകളിലാണ്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശം 7.5 മീറ്ററിലും താഴെയാണ്.
അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? കേരളത്തിൽ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നമുക്ക് മനസ്സിലായി അല്ലേ? കറക്റ്റ് ഉയരം 7.5 മീറ്റർ 75 മീറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് അല്ലേ? തമിഴ്നാട്, കർണാടക നമുക്കറിയാം 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളം അതിർത്തി പങ്കിടുന്നത്. തമിഴ്നാട്, കർണാടകയാണ്. അപ്പോൾ അതുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് ഏതായിരുന്നു? മലനാടായിരുന്നു അല്ലേ? മലനാടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടു തമിഴ്നാടും കർണാടകയുമായി ചേർന്ന് കിടക്കുന്ന എന്താണ്? മലനാടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മലനാട്, ഇടനാട് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് മലനാട് എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടു അല്ലേ? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. എന്താണ് പറഞ്ഞത്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. മലനാട് എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊതുവെ ഹരിതാഭവുമാണ് അല്ലേ മലനാട് എന്ന് പറയുന്നത്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ 44 നദികളാണ് കേരളത്തിലുള്ളത്. ഈ 44 നദികളും ഉത്ഭവിക്കുന്ന മലനാട്ടിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് മലനാടിനെ കുറിച്ച് പറഞ്ഞത്? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ കുന്നുകളും മലകളും കാണപ്പെടുന്നത് മലനാട്ടിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഹരിതാഭവുമായ പ്രദേശമാണ് എന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത്. 44 നദികളാണ് കേരളത്തിലുള്ളത്. ആ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. നെക്സ്റ്റ് എന്താണ് ഇടനാട്? അപ്പോൾ ചിത്രത്തിൽ ഇടനാടിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? നമ്മൾ നടുക്കായിരുന്നു അല്ലേ കണ്ടത്? നടുക്കാണ് ഇടനാട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മലനാടിൻ്റെയും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് വരുന്നതെന്ന് മനസ്സിലായി. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. അപ്പോൾ ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. ഇടനാടിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഇടനാട് എന്ന് പറയുന്നത് നടുക്കിലെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്റർ ഇടയിലാണ് അല്ലേ ഈ പ്രദേശത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. ഓക്കെ, ഇനി എന്താണ് തീരപ്രദേശം? ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. എത്രയാണ്? 7.5 മീറ്റർ വരെയാണ്. അപ്പോൾ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. 7.5 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പം മലനാട് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? 75 മീറ്ററിന് മുകളിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ കുന്നുകളും മലകളും കാണപ്പെടുന്നുണ്ട്. നദികൾ ഉത്ഭവിക്കുന്ന മലനാട്ടിൽ നിന്നാണ്. ഇനി ഇടനാട് എന്ന് പറയുമ്പോൾ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് എന്ന് പറയുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് കടലിനോട് സ്ഥിതി ചെയ്ത് കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ മലനാടും ഇടനാടും തീരപ്രദേശവും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്കൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം നൽകിയിട്ടുണ്ട് അല്ലേ? നോക്കിയേ, ഇതിൽ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം മലനാട്, ഇടനാട്, തീരപ്രദേശമാണ് അല്ലേ? ഇനി തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? നോക്കിയേ, തിരുവനന്തപുരം വരുന്നുണ്ട് അല്ലേ? തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് വരും. അതുപോലെ തന്നെ കൊല്ലം വരും. പിന്നെ എന്താണ്? ആലപ്പുഴ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. എറണാകുളം, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അല്ലേ? ഈ ഒരു സൈഡിൽ എടുക്കുന്നതൊക്കെ എന്തിൽ വരും?
എന്തിൽ വരും? തീരപ്രദേശത്ത് വരും. അപ്പോൾ ഇതൊക്കെയാണ് തീരപ്രദേശമുള്ള ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇനി 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും, എന്താണ് ക്വസ്റ്റ്യൻ, 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം വരുന്നുണ്ട് അല്ലേ? 3 എണ്ണത്തിൽ നമുക്കറിയാം. ഈ ഒരു 3 സൈഡിലുമായിട്ട്, അതായത് നമുക്കറിയാം മലനാട് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് അല്ലേ? മലനാട് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവ വരുന്നതാണ്. തിരുവനന്തപുരം വരും, കൊല്ലം വരും, തിരുവനന്തപുരം വരുന്നുണ്ട്, കൊല്ലം വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം അല്ലേ? എറണാകുളം വരുന്നുണ്ട്. പിന്നെ എറണാകുളം, തൃശ്ശൂർ, പിന്നെന്താണ് മലപ്പുറം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളൊക്കെയാണ് എന്തിൽ വരുന്നത്? 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് കേട്ടോ. കേരളത്തിൻ്റെ കാലാവസ്ഥ: ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണുള്ളത്. ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം അഥവാ കാലവർഷം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് എന്ന് പറയാം, കാലവർഷം എന്ന് പറയാം. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ തുലാവർഷം എന്നും പറയാം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്തെ കാലവർഷം എന്നും വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ തുലാവർഷം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സീസണാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആയി പഠിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് പറയുന്ന ഒരു സീസണും കേരളത്തിലുണ്ട്. ഇനി എന്താണ് മൺസൂൺ എന്ന് വെച്ചാൽ? എന്താണ് മൺസൂൺ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് മൺസൂൺ കാറ്റുകൾ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശാറ്. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിലെ ഈ മഴക്കാലത്തെയാണ് കാലവർഷം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ എന്താണ്? ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ ആര് തടഞ്ഞു നിർത്തുന്നുണ്ട്? പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്താണ്. അതിന്റെ ഫലമായിട്ടാണ് കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ മഴ ലഭിക്കുന്നത്. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തോതിൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. ഇതിനെയാണെന്ന് പറയുന്നത് കാലവർഷം എന്ന് അറിയപ്പെടുന്നത്. കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെയാണ് മഴ പെയ്യുന്നത്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വിപരീത ദിശയിൽ വടക്കിഴക്ക് നിന്നാണ് വീശുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്നേ. തെക്ക് പടിഞ്ഞാറ് നിന്നാണ് വീശുന്നതെന്ന് പറഞ്ഞു. ഇത് വിപരീത ദിശയിൽ വടക്ക് കിഴക്കൻ നിന്നാണ് വീശുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഈ കാറ്റുകളെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. എവിടേക്കാണ് പോകുന്നത്? ബംഗാൾ ഉൾക്കടലിലൂടെയാണല്ലേ പോകുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പം ആകുന്ന കാരണം തെക്കൻ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് തുലാവർഷം എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ തുലാവർഷം അറിയപ്പെടുന്നത് ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്.
അപ്പോൾ മൺസൂൺ കാറ്റുകൾ എന്ന് വെച്ചാൽ കാലത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ. ഇതെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന കാറ്റുകളെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വീശുന്ന കാറ്റുകൾ എന്ന് പറയുന്നത് തടഞ്ഞു നിർത്തും, പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈർപ്പമായിട്ടുള്ള കാറ്റുകളാണ് വീശുന്നത്. അങ്ങനെയാണ് മഴ ലഭിക്കുന്നത്. അതിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അതല്ല, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നേർവിപരീത ദിശയിൽ, അതായത് വടക്ക് കിഴക്ക് നിന്നാണ് വീശുന്നത്. അപ്പം എന്ത് സംഭവിക്കും? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകുന്ന കാരണം ചില തെക്ക് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ മഴ ലഭിക്കുന്നുണ്ട്. അതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? തുലാവർഷം എന്നറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് എന്താണ്? തുലാവർഷം എന്നാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മണ്ണേ നമ്പിലേലയ്യ മരമേ, ആ ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ഏതാണ്? ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണെന്ന് പറയുന്നത്. ജീവജാലങ്ങളും നിലനിൽപ്പിനെ ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളില്ല. മണ്ണെന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണല്ലേ. മണ്ണില്ലാന്നുണ്ടെങ്കിൽ സസ്യങ്ങളുണ്ടാവില്ല, ജീവികളൊന്നും ഉണ്ടായിരിക്കില്ല. മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് ഈ മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് രൂപപ്പെട്ടത്. അപ്പം എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണിലെ മണ്ണ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ പാറ പൊടിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മണ്ണായിട്ട് മാറുന്നത്. അത് പക്ഷേ കുറേ സമയം എടുത്തിട്ടാണ് അത് മണ്ണായിട്ട് മാറുന്നത്. ഭൂപ്രകൃതി കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. അപ്പോൾ മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനമൊക്കെ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടുവാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പാറകൾ പൊടിഞ്ഞിട്ടാണ് മണ്ണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടനം, കാലപ്പഴക്കം, സസ്യങ്ങൾ എന്നിവയുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവയൊക്കെ ഈ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മണ്ണ് രൂപപ്പെടുന്നതിനായിട്ട് പല ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഇതുണ്ടെന്നാണല്ലേ പറയുന്നത്. എന്തൊക്കെ മണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. അപ്പോൾ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണും പീറ്റ് മണ്ണും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കരിമ്പ്, റബ്ബർ എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നത് ഏതാണ്? കറുത്ത മണ്ണിലാണ്. ചെങ്കൽ മണ്ണും ചെമ്മണ്ണും എക്കൽ മണ്ണും വനമണ്ണൊക്കെ എന്താണ്? കേരളത്തിലുള്ള മണ്ണിനങ്ങളാണ്. ഇനി നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ. അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന സന്ദർഭങ്ങളാണല്ലേ മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ മണ്ണിനെ ബാധിക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമിത രാസവള കീടനാശിനി പ്രയോഗം എന്ന് പറയുന്നത് മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനം, വനനശീകരണം അല്ലേ, തുടർച്ചയായ കൃഷി, കുന്നുകൾ ഇടിക്കുന്നത്, അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മണ്ണിൻ്റെ തനത് സവിശേഷതയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നൽകിയിട്ടുള്ള ഏതൊക്കെയാണ്? കണ്ടൽ കാടുകൾ വെക്കുക അല്ലേ, കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ട് കൃഷി എന്നൊക്കെ പറയുന്നത് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഏതൊക്കെയാണ്? പുലിമുട്ട് നിർമ്മാണം, പിന്നെന്താണ്? വനവൽക്കരണം, വിളപരിവൃത്തി, തടയണ നിർമ്മാണം എന്നിവയൊക്കെ എന്താണ്? കൂടുതലും ഈ മണ്ണിനെ സംരക്ഷിക്കുന്ന മാർഗങ്ങളാണ്.
അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ലോക മണ്ണ് ദിനം എന്നാണ്. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5ആണ് ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇനി കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ, കുളങ്ങൾ, തടാകങ്ങൾ, തണ്ണീർത്തടങ്ങളൊക്കെ എന്താണ്? ജലാശയങ്ങളാണ് അല്ലേ. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങൾ, കുളങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേരളത്തിലുള്ളത്. എത്ര നദികളാണ്? 44 നദികൾ കേരളത്തിലുണ്ട്. ഇവയിൽ കേരളത്തിൽ 44 നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവയിലെ 3 നദികൾ എങ്ങോട്ടാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. ചോദിക്കാറുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കാം? ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്തായിരിക്കാം? എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ഇങ്ങനെ മഴക്കാലം നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും കൂടുതലും ജലമലിനീകരണങ്ങളൊക്കെ കാരണമാണ് അല്ലേ. കൂടുതലും ജലമലിനീകരണം. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ ലോകത്തിൽ തന്നെ ആകെ ജലലഭ്യതയുടെ വളരെ ആൻസർ നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ആകെ തന്നെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരളവ് മാത്രമേ ഈ ശുദ്ധജലമായിട്ടുള്ളൂ. കുറേയൊക്കെ എന്താണ്? ജലമലിനീകരണം അല്ലെങ്കിൽ ജലമലിനീകരണമായിട്ട് പോകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം എങ്ങനെയാണ് ജലം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതിയിടൽ തുടങ്ങിയൊക്കെ എന്താണ് മാർഗങ്ങൾ അല്ലേ? ചില മാർഗങ്ങളാണ്. ജലസംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ചില മാർഗങ്ങളാണ്. ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പദ്ധതികൾ? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് എന്താണ്? ഹരിത കേരള മിഷൻ അല്ലേ. ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് നിർവഹണമാണ്. പദ്ധതി എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷനാണ് നടപ്പിലാക്കുന്നത്. മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയാണ്. തെളിനീരൊഴുക്കും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയാണ്. ജൽ ജീവൻ മിഷൻ എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അപ്പം എങ്ങനെ? ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ്റെ, മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. ഇനി കേരളത്തിൻ്റെ വിളവൈവിധ്യം എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ വിളവൈവിധ്യം നൽകിയിട്ടുണ്ട്. ജലാശയങ്ങൾ മലിനമാകുന്നത് എങ്ങനെയായിരിക്കണം? ജലാശയങ്ങൾ മലിനമാകുന്നത് എങ്ങനെയാണ്? പുഴയിൽ വാഹനങ്ങളെ കഴുകുന്നു, അതുപോലെ തന്നെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതൊക്കെ എന്താണ്? ജലാശയങ്ങൾ മലിനമാകുന്നതാണ് അല്ലേ. മത്സ്യമാംസവിപണികളിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുക, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം തള്ളുക, അതുപോലെ തന്നെ മലിനജലം ഒഴുക്കി വിടുന്നതിലൂടെ കൃഷിയിടങ്ങളിലെ കീടനാശിനി തെളിയിക്കലൊക്കെ എന്താണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം കേരളത്തിൻ്റെ വിളവൈവിധ്യമാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു പിക്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ വിളകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഏതൊക്കെ വിളകളാണ് ചിത്രത്തിൽ കാണപ്പെടുന്നത്? ഏതൊക്കെയാണ്? കാപ്പി, കുരുമുളക്, നെല്ല്, തെങ്ങ് എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. റബ്ബർ എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതുപോലെ ഈ വിളകൾ ഓരോന്നും പ്രധാനമായിട്ടും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്കറിയാം മലനാടാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് കൃഷി ചെയ്യുക? മലനാടാണെങ്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. മലനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലനാട്ടിലാണല്ലേ ഏതൊക്കെ കൃഷി ചെയ്യുന്നത്? ഏലം, കാപ്പി, കുരുമുളക്, തേയില എന്നിവ കൃഷി ചെയ്യുന്നത് മലനാട്ടിലാണ്. ഏലം, കാപ്പി, കുരുമുളക്, തേയില എന്നിവ കൃഷി ചെയ്യുന്നത്. ഇനി ഇടനാട്ടിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുക? മരച്ചീനി, ചേമ്പ്, ചേന എന്നിവയൊക്കെ എന്താണ് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നവയാണല്ലേ. ഇടനാട്ടിൽ ഏതൊക്കെയാണ്? മരച്ചീനി. ഇടനാട്ടിൽ എന്തൊക്കെയാണ്? മരച്ചീനി, അതുപോലെ തന്നെ ചേമ്പ്, ചേന, അതുപോലെ ഇവയൊക്കെ കൃഷി ചെയ്യുന്ന ഇടനാട്ടിലാണ്. ഇനി തീരപ്രദേശത്ത് എന്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? തെങ്ങാണല്ലേ. അവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് എന്ന് പറയുന്നത് തെങ്ങിന് ഏറ്റവും കൂടുതൽ സഹായകമാണ്. അപ്പോൾ അത് തെങ്ങാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്.
ഓരോ പ്രദേശത്തെയും കൃഷി, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. അപ്പോൾ തേയില എവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. ഇനി നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? തെങ്ങ്, റബ്ബറൊക്കെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണല്ലേ. വളക്കൂറുള്ള മണ്ണ്, ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ മലനാട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉയരക്കൂടുതൽ കാരണം തണുത്ത കാലാവസ്ഥയാണ്, ചെരിവാർന്ന ഭൂപ്രകൃതിയാണ് എന്നിവയൊക്കെ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇനി അതുപോലെ ഇടനാട്ടിലാണെങ്കിലോ ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നുണ്ട്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന എവിടെയാണ്? കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഭൂപ്രകൃതി, മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങൾ ഇടനാട്ടിൽ വാഴകൃഷി, റബ്ബർ കൃഷിയൊക്കെ വ്യാപകമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നവിടെയാണ്? കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. തീരപ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഉപ്പുരസമുള്ള മണ്ണാണ്, അവിടെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. എക്കൽ മണ്ണാണ് അല്ലേ കൂടുതലായിട്ടുള്ളത്. എക്കൽ മണ്ണ് എന്ന് പറയുന്നതാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിക്കാറുണ്ട്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തെ കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ വേണം? അനുകൂലമായ ഭൂപ്രകൃതി, കാലാവസ്ഥ, വളക്കൂറുള്ള മണ്ണ് എന്നിവയൊക്കെ വേണം അല്ലേ. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ് വിളവെടുപ്പുമായി ബന്ധമുള്ളത്? ഏതൊക്കെയാണ്? നിറപ്പുത്തിരി, പൊങ്കൽ എന്നിവയൊക്കെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട വിളവെടുപ്പ് ഉത്സവങ്ങളാണ്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങളും വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങളൊക്കെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ ഭാഗത്തുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നൊക്കെ ഉണ്ടാവും? കയർ വ്യവസായം ഉണ്ടാവാം, റബ്ബർ ടേപ്പിംഗ്, കന്നുകാലി വളർത്തൽ, താറാവ് വളർത്തൽ, കോഴി വളർത്തൽ, മീൻപിടുത്തം എന്നിവയൊക്കെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ തൊഴിൽ മേഖലകളുണ്ട് അല്ലേ. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭാഗങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലൽ, അതുപോലെ തന്നെ കയർ പിരിക്കലും, കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, തൊഴിലും ഭൂപ്രകൃതിയും എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ പിക്ചറിൽ നമുക്ക് കാണാൻ ഓരോ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? മലനാട്ടിൽ തൊഴിൽ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? തേയിലയും റബ്ബറൊക്കെ അല്ലേ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളായിരിക്കും അല്ലേ. അപ്പോൾ മലനാട്ടിൽ തേയില, റബ്ബർ. ഇടനാട്ടിലാണെങ്കിലോ റബ്ബർ, മൺപാത്ര നിർമ്മാണം, നെൽകൃഷി എന്നിവയൊക്കെ ഇടനാട്ടിലുണ്ടായിരിക്കുന്ന വ്യവസായങ്ങളാണ് അല്ലേ കൂടുതലായിട്ട്. ഇനി തീരപ്രദേശത്താണെങ്കിലോ തീരപ്രദേശത്ത് മീൻപിടുത്തം, തൊണ്ടുതലയിലൊക്കെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് അല്ലേ. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. നെക്സ്റ്റ് പറയുന്നത് കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നു അല്ലേ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട്
പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പ്രകൃതി ദുരന്തങ്ങൾ? അപ്പോൾ ചുഴലിക്കാറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണുള്ളത്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അതുപോലെ എന്താണ് സുനാമി, ഭൂകമ്പമൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 2004 സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് കവളപ്പാറ ഉരുൾപൊട്ടൽ? 2019 നടന്നതാണ് കവളപ്പാറ ഉരുൾപൊട്ടൽ. അതുപോലെ തന്നെ എന്താണ് പെട്ടിമുടി ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് 2020 നടന്നതാണ് പെട്ടിമുടി ഉരുൾപൊട്ടൽ. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും നമുക്ക് നൽകിയിട്ടുള്ള കുറച്ച് കൊളാശുകൾ, കടലിൻ്റെ മക്കൾ ബോട്ടുകളായി ദുരന്തമുഖത്ത്, അതുപോലെ തന്നെ എന്താണ് സന്നദ്ധ പ്രവർത്തകർ, സർക്കാരിൻ്റെ വകുപ്പുകൾ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാശ് നൽകിയിട്ടുണ്ടല്ലേ. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് കേരളം ഒന്നിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ദുരന്തം എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് പറയുന്നത്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിന് എന്തൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുക. അതുപോലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം എന്താണ്? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി എന്തൊക്കെയാണ് ദുരന്താനന്തര പ്രവർത്തനം? ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നവയ്ക്കാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന മുന്നൊരുക്കങ്ങൾ അല്ലേ. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയ്ക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ്. നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലായി അല്ലേ. ഈ മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വയ്ക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമായിട്ടാണ് നാം മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. കേരളവുമായി ബന്ധപ്പെട്ടല്ലേ, കേരള ഫാക്റ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.